ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായ്പ മുടങ്ങിയാൽ എന്ത് സംഭവിക്കും? സർഫാസി നിയമം എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമുക്ക് പലപ്പോഴും വായ്പ എടുക്കേണ്ടി വരും, വീട് വാങ്ങാൻ, കാർ വാങ്ങാൻ, അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ വായ്പ തിരിച്ചടക്കാൻ വൈകിയാൽ എന്ത് സംഭവിക്കും എന്ന് നമുക്കറിയാമോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2002 നിലവിൽ വന്ന സർഫാസി എന്ന നിയമത്തെക്കുറിച്ചാണ്. സർഫാസി എന്നത് സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് എന്ന നിയമത്തിന്റെ ചുരുക്കപ്പേരാണ്. ഈ നിയമം അനുസരിച്ച് വായ്പ തിരിച്ചടവ് മുടങ്ങിയാൽ ബാങ്കുകൾക്ക് എന്ത് നടപടികൾ സ്വീകരിക്കാം എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. സർഫാസി എന്താണ്? സാധാരണയായി വായ്പ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീടോ കാറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസ്തുവോ ബാങ്കിന് പണയം വെക്കും. ഈ നിയമമനുസരിച്ച് വായ്പ തിരിച്ചടക്കാൻ നമ്മൾ മറന്നാൽ ബാങ്കിന് ഈ പണയ വസ്തു കൈക്കലാക്കാനും ലേലം ചെയ്യാനും അധികാരമുണ്ട്. എന്തുകൊണ്ട് സർഫാസി നിയമം? വായ്പ തിരിച്ചടക്കാത്തവരുടെ കാരണം കൊണ്ട് ബാങ്കുകൾക്ക് വലിയ നഷ്ടം സംഭവിക്കാം. അതുകൊണ്ട് വായ്പ തിരിച്ചടവ് ഉറപ്പാക്കാൻ ബാങ്കുകൾക്ക് ചില അധികാരങ്ങൾ നൽകേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് സർഫാസി നിയമം നിലവിൽ വന്നത്. വായ്പ മുടങ്ങിയാൽ എന്ത് സംഭവിക്കും? 30 ദിവസം. നിങ്ങൾ ഒരു മാസത്തോളം വായ്പ തിരിച്ചടക്കാൻ മറന്നാൽ ബാങ്ക് നിങ്ങളുടെ വായ്പയെ SMA1 അഥവാ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് വിഭാഗത്തിൽ ഉൾപ്പെടുത്തും. 60 ദിവസം അഥവാ 2 മാസം കഴിഞ്ഞാലും നിങ്ങൾ അടയ്ക്കുന്നില്ലെങ്കിൽ SMA2 ആയി മാറും. 90 ദിവസം അതായത് 3 മാസം കഴിഞ്ഞാലും നിങ്ങൾ അടയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വായ്പ NPA അഥവാ നോൺ പെർഫോമിംഗ് ആസറ്റ് ആയി മാറും. അതായത് ബാങ്ക് നിങ്ങളുടെ വായ്പയെക്കുറിച്ച് ആശങ്കപ്പെടാൻ തുടങ്ങും. ബാങ്ക് എന്ത് ചെയ്യും? മുന്നറിയിപ്പ്. ബാങ്ക് ആദ്യം നിങ്ങളെ ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ വിശദീകരിക്കും. നോട്ടീസ്. തുടർന്ന് നിങ്ങൾക്ക് ഒരു നോട്ടീസ് അയക്കും. ഈ നോട്ടീസിൽ നിങ്ങളുടെ കടം അടയ്ക്കാൻ നിങ്ങൾക്ക് എത്ര ദിവസം സമയമുണ്ട് എന്ന് പറയും. കൈവശാവകാശം. നിങ്ങൾ നോട്ടീസിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ കടം അടയ്ക്കുന്നില്ലെങ്കിൽ ബാങ്ക് നിങ്ങളുടെ പണയ വസ്തു കൈക്കലാക്കും. ലേലം. പിന്നീട് ഈ വസ്തു ലേലത്തിൽ വെച്ച് വിൽക്കും. ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന തുക കൊണ്ട് ബാങ്ക് നിങ്ങളുടെ കടം അടയ്ക്കും. ബാക്കി തുകയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? കോടതിയിൽ പോകാം. ബാങ്ക് നിയമവിരുദ്ധമായി നടപടികൾ സ്വീകരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് കോടതിയിൽ പോകാം. കടമടച്ച് വസ്തു തിരികെ എടുക്കാം. ലേലം നടക്കുന്നതിന് മുമ്പ് നിങ്ങൾ കടമടച്ചാൽ നിങ്ങളുടെ വസ്തു തിരിച്ചു കിട്ടും. എന്താണ് ചെയ്യേണ്ടത്? സമയത്ത് അടയ്ക്കുക. വായ്പ തിരിച്ചടക്കാൻ ഒരിക്കലും വൈകരുത്. പ്രശ്നങ്ങൾ ഉണ്ടായാൽ ബാങ്കിനെ ബന്ധപ്പെടുക. നിങ്ങൾക്ക് കടം അടയ്ക്കാൻ പ്രയാസമാണെങ്കിൽ ബാങ്കിനെ ബന്ധപ്പെട്ട് സംസാരിക്കുക. ബാങ്ക് നിങ്ങൾക്ക് മറ്റു ചില പരിഹാരങ്ങൾ നിർദ്ദേശിക്കാം. നിയമപരമായ ഉപദേശം തേടുക. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഒരു നിയമവിദഗ്ധന്റെ ഉപദേശം തേടുക. സർഫാസി നിയമം വായ്പ തിരിച്ചടവ് ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു നിയമമാണ്. എന്നാൽ ഈ നിയമം നിങ്ങളുടെ അവകാശങ്ങളെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത പാലിക്കണം. ഡിസ്ക്ലൈമർ: ഈ വിവരങ്ങൾ ഒരു നിയമപരമായ ഉപദേശമായി കണക്കാക്കരുത്. കൂടുതൽ വിവരങ്ങൾക്ക് ഒരു നിയമവിദഗ്ധനെ സമീപിക്കുക. കൂടുതൽ അറിയാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വെബ്സൈറ്റ്, അതുപോലെ നിങ്ങളുടെ ബാങ്കിന്റെ വെബ്സൈറ്റ് എന്നിവ സന്ദർശിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.